വൈകിട്ട് നല്ല ചൂട് മോമോസ് ഉണ്ടാക്കിയാലോ? എന്നാൽ പിടിച്ച റെസിപ്പി. ഒരു 1.5 കപ്പ് മൈദ, അതിലൊരു 1/4 കപ്പ് കോൺഫ്ലവറാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത്. ടോട്ടൽ 1.5 കപ്പ് മതി നമുക്ക് എടുക്കുന്ന ഫ്ലോറ്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 1.5 സ്പൂൺ ഓയിലും ഒഴിച്ച് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമ്മൾ ഈ ഒരു പരുവത്തിലാക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് അതൊരു അരമണിക്കൂർ മാറ്റി വെക്കുക. പിന്നെ വേണ്ടത് നമുക്ക് ചിക്കനാണ്, ബോൺലെസ് ചിക്കനാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്. അത് ഈ ഒരു രീതിക്ക് നമ്മൾ മിക്സിയിലിട്ട് അരച്ചെടുക്കുക. ശേഷം അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, സവാള, മല്ലിയില, ഇത്രയും സാധനങ്ങൾ ചോപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഐറ്റംസൊക്കെ നമ്മൾ എടുക്കുന്ന ചിക്കൻ്റെ അളവനുസരിച്ചാണ് കേട്ടോ നമ്മൾ എടുക്കേണ്ടത്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റിയ ശേഷം അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ചിക്കനും പിന്നെ സോയാ സോസ്, 1.5 സ്പൂൺ സോയാ സോസും, കുരുമുളക് പൊടി, ചില്ലി ഫ്ലേക്സ്, ആവശ്യത്തിന് വേണ്ട ഉപ്പ് എന്നിവ ചേർത്ത് നല്ലോണം യോജിപ്പിച്ച് അവിടെ വെക്കുക. എന്നിട്ട് നമ്മൾ ഇതിൽ ഞാൻ ചിക്കൻ വേവിച്ചാണ് കേട്ടോ എടുക്കുന്നത്. ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഫില്ലിങ്സ് അത്ര വേവണമെന്നില്ല. അപ്പോൾ കുട്ടികളൊക്കെ കഴിക്കാനുള്ളവർ വേവിച്ചെടുക്കണമായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഒരു ഫ്രൈ പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് ഇളക്കി കൊടുത്ത് ലോ ഫ്ലെയിമിലിട്ടാൽ ഇത് നല്ലോണം നമുക്ക് വെന്ത് കിട്ടും. ഇതുണ്ട്, ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ആ പ്ലേറ്റിൽ തന്നെ വെക്കരുത്, മാറ്റി വെക്കണം, അല്ലെങ്കിൽ ഡ്രൈ ആയിപ്പോകും. പിന്നെ നമ്മുടെ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് പരത്തിയെടുക്കുക. ഞാനിതിന് PVC പൈപ്പാണ് കേട്ടോ യൂസ് ചെയ്തേക്കുന്നത്. എനിക്ക് ചപ്പാത്തി കോലൊന്നുമില്ല. അപ്പോൾ അത് രണ്ടാക്കിയാണ് കേട്ടോ ഞാനിതെടുത്തത്, നല്ലോണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. കനം കുറച്ച് എടുക്കണമല്ലോ. പിന്നെ അതേ ഒരു നമുക്ക് പറ്റണ ഒരു റൗണ്ട് ഷേപ്പിൽ എന്തെങ്കിലും ഒരു പാത്രത്തിൻ്റെ അടപ്പോ എന്തെങ്കിലും വെച്ച് ഇതുപോലെ നമ്മൾ ഷേപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ എല്ലാം ഒരുപോലെ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഫില്ലിങ്സ് നിറക്കുക. ഇത് നമുക്ക് ഇങ്ങനെ നടുക്ക് വെച്ചിട്ട് ഇതുപോലെ ഞെറിവ് പോലെ എടുത്തു കൊടുത്താൽ നമ്മുടെ മോമോസിൻ്റെ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടും. അപ്പം ഞാൻ 2 ഷേപ്പിലാണ് ഇത് ചെയ്തേക്കുന്നത്. ഇത് കണ്ട, ഈ 2 ഷേപ്പിലാണ് ചെയ്തിരിക്കുന്നത്. ചൂടുള്ള എണ്ണയിലേക്ക് നേരെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്ക് ഇത് നമുക്ക് എടുക്കാം. അപ്പോൾ ഈ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ നമ്മളിത് ചെയ്യാനായിട്ട്. പിന്നെ ഇത് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ അതിന് വേണ്ട മയോണൈസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. പിന്നെ എല്ലാവരും പറയും പോലെ ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കി കഴിയുമെന്ന് വെച്ചാൽ എനിക്ക് 2 മണിക്കൂർ എടുത്തിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. പെട്ടെന്നൊന്നും അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. പിന്നെ ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴുള്ള എൻ്റെ അടുക്കളയുടെ കോലമുണ്ട് ഈ കാണുന്നത്. പിന്നെ അതൊക്കെ കഴുകി വെച്ചതിന് ശേഷമാണ് ഞങ്ങൾ മോമോസ് കഴിച്ചത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യണേ.